എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സർജൻ്റെ വീട് ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. വരൂ മിസ്റ്റർ മാർലോ, ഇതുതന്നെ വീട്. ഇത് വളരെ വിചിത്രമായൊരു മരണമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തുന്നത്. രക്തം പൂർണ്ണമായും നഷ്ടപ്പെട്ട് വിളറി വെളുത്തിരുന്നു. പക്ഷെ കഴുത്തിലുള്ള മുറിവിലൂടെ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും രക്തം നഷ്ടപ്പെടുന്നത് അസാധാരണമാണ് താനും. ആ, പിന്നൊരു പ്രധാന കാര്യം, രക്തം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടും ശരീരത്തിലോ വസ്ത്രങ്ങളിലോ ഒരു തുള്ളി രക്തം പോലും കാണപ്പെട്ടില്ല എന്നുള്ളതാണ്. അതെ, വസ്ത്രത്തിൽ രക്തം പുരളാതിരുന്നത് ഞങ്ങളും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും മിസ്റ്റർ മാർലോ, ഈ കേസിൽ പിടികിട്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഡോക്ടർ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ? രക്തം കുടിക്കുന്ന വവ്വാലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്, വാമ്പയർ ബാറ്റ്. അവർ സാധാരണ മൃഗങ്ങളുടെ രക്തമാണ് കുടിക്കാറ്. തന്നെയുമല്ല, ഒരാൾ മരിക്കത്തക്കവണ്ണം മുഴുവൻ രക്തവും കുടിക്കാൻ തക്ക വലുപ്പമൊന്നും ഇവയ്ക്കില്ല. താങ്ക് യു ഡോക്ടർ, വീണ്ടും കാണാം. സന്തോഷം. എനിക്കും ഈ കേസിൽ വളരെയധികം താല്പര്യമുണ്ട്. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ കണ്ട ചെന്നായ ഇത്രയും വിദഗ്ധമായി രക്തം കുടിക്കുമെന്നോ? ഒരിക്കലുമില്ല. ഏതായാലും വീടിനകത്തിരുന്ന ഡയറി പൂർണ്ണമായും വായിക്കാം. ഹൂ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ പഴയ കപ്പലിൽ കയറിപ്പറ്റി. കൊള്ളാം, അങ്ങനെയാണ് ഈ കപ്പൽ രംഗത്ത് വരുന്നത്. ഈ കഥയുടെ ശരിയായ തുടക്കം അങ്ങ് ട്രാൻസിൽവാനിയയിലാണ്. ഇനിയും കുറേ പേജുകൾ കൂടിയുണ്ട്. ആ പേജുകളിലാണ് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇനിയുള്ള പേജുകളിൽ വെള്ളം പുരണ്ട് ചീഞ്ഞതാണല്ലോ. ഒട്ടും വായിക്കാനാവുന്നില്ല. ഛേ, പുറത്ത് എന്തോ ശബ്ദം കേട്ടല്ലോ. അവിടെ എന്തോ നിഴലനങ്ങുന്നല്ലോ. ഇന്ന് രണ്ടിലൊന്നറിയും. ആ, അവിടെ തന്നെ. പെട്ടെന്ന് ഒരു മേഘം ചന്ദ്രനെ മറച്ചു. ഓ, അതാരാണെന്ന് വ്യക്തമാവുന്നില്ലല്ലോ. ശേ, ദൈവമേ, അത് ഇന്നലെ മരിച്ച സാറയെ പോലെ ഉണ്ടല്ലോ.